ഹായ് കുട്ടികളെ, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കബീർദാസിനെ പരിചയപ്പെട്ടാലോ. ഹിന്ദി സാഹിത്യത്തിലെ പ്രാചീന കവികളിൽ ഒരാളായിരുന്നു കബീർദാസ്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ജനനം 1398 സന്ത് കബീർദാസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അച്ഛൻ്റെ പേര് നീരു, അമ്മ നീമ. നെയ്ത്തുകാരായിരുന്ന ദമ്പതികളാണ് അദ്ദേഹത്തെ വളർത്തിയതെന്നാണ് പറയപ്പെടുന്നത്. കാശിയിലെ ലഹർദാര എന്ന സ്ഥലത്താണ് കബീർദാസ് ജനിച്ചത്. കബീർദാസ് തികഞ്ഞ ഒരു ആത്മവിശ്വാസിയായിരുന്നു. പുസ്തകങ്ങളിൽ എഴുതിയ കാര്യങ്ങളായിരുന്നില്ല, മറിച്ച് തൻ്റെ ചുറ്റും നടന്നതും അനുഭവങ്ങളുമായിരുന്നു അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ തുറന്നു കാണിച്ചത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു കബീർദാസ്. കബീർദാസിൻ്റെ ഒരു കവിത ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. ഗുരു ഗോവിന്ദ് ദോ ഖഡേ കാക്കേ ലാഗൂ പായ്. എന്താണിവിടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്? കബീർദാസ് പറയുകയാണ്, അതായത് എൻ്റെ മുന്നിൽ ഗുരുവും ഈശ്വരനും വന്നു നിൽക്കുമ്പോൾ ഞാൻ ആരെയാണ് ആദ്യം വന്ദിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഗുരുവിനെയാണ് ആദ്യം വന്ദിക്കുക. എന്തെന്നാൽ ആ ഗുരുവാണ് ഈശ്വരൻ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തി തരുന്നത്. അതിനാൽ ഗുരുവാണ് എല്ലായ്പ്പോഴും ഈശ്വരനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളത്. എത്ര ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം ഇതുപോലെ തൻ്റെ കവിതകൾ ഓരോന്നും തന്നെ എഴുതപ്പെട്ടിട്ടുള്ളത്. നന്ദി, നമസ്കാരം.